നിലിമ, ഇത് രസകരമായൊരു മറുപടിയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, പിറ്റേ ദിവസം ചോദിക്കുകയാണ് കൊച്ചിന് എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നതിന് സമാനമാണ് ഇത്തരം ചോദ്യം. ഇന്ന് വി.ഡി. സതീശൻ മന്ത്രിസഭ ഇന്ന് അധികാരമേറ്റതേ ഉള്ളൂ. അധികാരമേറ്റ ശേഷം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത് എന്താണ്? ഒരു പ്രഖ്യാപനം കൃത്യമായി തന്നെ പറയുന്നു. എന്താ പറയുന്നത്, KSRTCയിൽ ജൂൺ മാസം 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര അനുവദിക്കും. നിങ്ങൾ നോക്കൂ, ആ സൗജന്യ യാത്ര അനുവദിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇടതുപക്ഷത്തിന് കൃത്യമായി സ്വാധീനമുള്ള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ സംഘടന അവർ വലിയ രീതിയിൽ പ്രതിഷേധമായി രംഗത്ത് വന്നില്ലേ? അപ്പോൾ ഇത് ജൂൺ 15 മുതൽ KSRTC എവിടെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അവിടങ്ങളിൽ സൂപ്പർ ഫാസ്റ്റ് ഒഴിച്ച് മറ്റ് ദീർഘദൂര യാത്രകൾ ബസ്സുകൾ ഒഴിച്ചുള്ള ബസ്സുകളിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ദീർഘദൂര ബസ്സുകളിലൊന്നും തന്നെ സൗജന്യ യാത്ര അനുവദിക്കാൻ കഴിയില്ല. കാരണം ആ ബസ്സുകളുടെ ഫെയർ വലിയ കൂടുതലാണ്. അതിലിപ്പോൾ പകുതി ശതമാനം സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് അനുവദിച്ചാൽ KSRTC പൂർണ്ണമായും തകരും. അപ്പോൾ ഒരു സംവിധാനം പറയുമ്പോൾ താൽക്കാലികമായി അടുത്തടുത്ത ഇടങ്ങളിലേക്ക് പോകുന്ന സാധാരണക്കാരായ ജോലിക്കാർ, ഞാൻ പറയുന്നല്ലോ വീട്ടുജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്, അപ്പോൾ ആയമാരായി പോകുന്ന അമ്മമാരുണ്ട്, ആശുപത്രിയിൽ ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്, അല്ലെങ്കിൽ അത്തരം ചെറിയ ജോലിക്ക് പോകുന്ന ഒരു 10 കിലോമീറ്ററോ 12 കിലോമീറ്ററോ ദൂരത്തിനുള്ളിൽ പോകുന്ന സാധാരണക്കാരായ അമ്മമാരും സഹോദരിമാരും ഈ സംസ്ഥാനത്തുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരു IT പ്രൊഫഷണലിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. അപ്പോൾ ചെറിയ ദൂരങ്ങളിൽ പോകുന്ന ബസ്സുകൾ അത് സ്വാഭാവികമായും ചിലപ്പോൾ ഈ 10 രൂപ അല്ലെങ്കിൽ 15 രൂപയ്ക്ക് പോകുന്ന സർക്കുലർ ബസ്സുകളുണ്ട്, പിങ്ക് ബസ്സുകളുണ്ട്. അത്തരം ബസ്സുകളിൽ ജൂൺ മാസം 15-ാം തീയതി മുതൽ സൗജന്യമായി അനുവദിക്കുമെന്ന് പറയുമ്പോൾ പോലും അത്തരത്തിലൊരു വ്യക്തതയൊന്നും ഈ UDFന്റെ പ്രഖ്യാപനത്തിൽ അതല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ തീരുമാനിക്കുമെന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലൊന്നും പറയുന്നില്ല. എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ലോട്ടറി വിൽക്കുന്ന എങ്ങനെയാണ്? 25 ലക്ഷം രൂപ ലോട്ടറി എടുക്കും, 25 ലക്ഷം രൂപ എല്ലാവർക്കും ലോട്ടറി 25 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? രഞ്ജിത്ത്, ഇത് പറയുമ്പോൾ പോലും തൊട്ടടുത്ത് കർണാടക സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുകയാണ്. അനൂപ്, അവിടുത്തെ സ്ഥിതി എന്താണ്? അവിടെ കർണാടകയിലെ ട്രാൻസ്പോർട്ട് സംവിധാനം എന്ന് പറയുന്നത് പൊതുമേഖലയിൽ 4 കമ്പനികളായിട്ടാണ്. ഈ 4 കമ്പനികളും ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യതയിലാണ് ഓടുന്നത്. അത് സർക്കാർ പ്രത്യേക ഇൻസെന്റീവ് കൊടുത്ത് ഈ കോർപ്പറേഷനുകളെ മുഴുവൻ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോരുകയാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന് കൈയടിക്ക് വേണ്ടി നടപ്പാക്കുമെന്ന് പറയാം, പക്ഷെ അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നൊരു വലിയ ചോദ്യമാണ്. കഴിഞ്ഞ ഈ സർക്കാരിന്റെ കാലത്ത് 10 രൂപയ്ക്ക് KSRTC ഒരു സർക്കുലർ സർവീസ് തുടങ്ങി തിരുവനന്തപുരം സിറ്റിയിലടക്കം. പക്ഷേ ആ സർക്കുലർ സർവീസ് ഒരു മന്ത്രി മാറി അടുത്ത മന്ത്രി മാറുമ്പോൾ പിൻവലിച്ചു. കാരണം മറ്റൊന്നുമല്ല, KSRTCക്ക് ഉണ്ടാകുന്ന ഒരു ഭീമമായ ബാധ്യതയാണ്. ഈ ക്ഷേമ പദ്ധതികളൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ അത് എങ്ങനെ പണം കണ്ടെത്തും എന്നൊരു വലിയ ചോദ്യത്തിനാണ്. ഇപ്പോൾ 2 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി ഒരു ഭരണം പിടിക്കാനൊക്കെ ഒരു ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാം. പക്ഷെ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ അതിന് പണം കണ്ടെത്തണം, എങ്ങനെ അത് പ്രാവർത്തികമാക്കാം എന്നുള്ളൊരു വലിയ ചോദ്യത്തിനുമാണ്. അല്ല, ഇതിനകത്ത് ഒരു വിഷയം പറയട്ടെ. പൊതുഗതാഗതം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് അല്ല. അങ്ങനെയെങ്കിൽ KSRTC എന്നേ വെക്കേണ്ടി വന്നേ. 10-30 വർഷമായിട്ട് KSRTC. ഞാൻ പറയുന്നത് പൊതുഗതാഗതം എന്ന് പറയുന്നത് ഒരു സേവനമാണ്. ഒരു സർക്കാർ ധനസ്ഥിതി കണക്കിലെടുക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് വളരെ കൃത്യമായി പറയാം. കാരണം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് 70% സ്ത്രീകളാണ്. ഈ 70% സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ സ്ത്രീവിരുദ്ധതയല്ല പറയുന്നത്, അതിന്റെ ഒരു പ്രായോഗികത ഇല്ലായ്മയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 70% സ്ത്രീകൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഇവർക്കൊക്കെ സൗജന്യം എന്ന് പറയുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ പണം കണ്ടെത്തുക? KSRTC ഇപ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ഓരോ മാസവും ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടി ധനവകുപ്പ് ഇങ്ങനെ പണം നൽകിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനമാണ് KSRTC. അതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളിലായിട്ട് മാസം തോറും 150 കോടി രൂപ സർക്കാർ എടുത്തു കൊടുക്കുകയാണ്. KTDFC എന്ന പ്രസ്ഥാനത്തിൽ നിന്ന്, അതായത് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ 1000 കോടി രൂപ പല ഘട്ടങ്ങളിലായി കടമെടുത്തു. എന്തിനാണ്? ഈ KSRTC എന്ന് പറയുന്ന ആനവണ്ടിയെ ഒന്ന് ഉന്തി തള്ളിക്കൊണ്ട് പോകണം. ഇതൊരു സാധാരണ ജനത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിന്റെ ഒപ്പം പകുതി അതിൽ കയറുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ കൂടിപ്പോയാൽ 50 കോടി രൂപ നഷ്ടം വരും. ആ നഷ്ടം ഒന്ന് സഹിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന ഇത്രയും എതിർക്കുന്നത് എന്തിനാണ്? അവർ കൊടുക്കട്ടെ, സർക്കാരല്ലേ പൈസ കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നഷ്ടമായ ഒരു കോർപ്പറേഷൻ കുറച്ചുകൂടെ നഷ്ടത്തിലായാലും പ്രശ്നമില്ല. അല്ല, ഈ സൗജന്യ പദ്ധതി KSRTC രഞ്ജിത്ത് പറഞ്ഞത് ലാഭത്തിലെത്തിക്കുന്നാണ് പറഞ്ഞത്. ഇല്ല,
നട്ടലൊടിക്കല്ലേ KSRTC നട്ടലൊടിക്കല്ലേ ഇപ്പോൾ തന്നെ ശമ്പളം ശമ്പളത്തിന് കൊടുക്കാനില്ല. എത്ര കോടിയാണ് മേടിക്കുന്നത്? ഞാൻ കൊടുക്കാനില്ല. ചോദിക്കട്ടെ, ഇപ്പൊ തന്നെ നഷ്ടത്തിലല്ലാത്തൊരു സ്ഥാപനമാണോ KSRTC? അല്ലല്ലോ, ഇപ്പൊ തന്നെ ഓൾറെഡി അല്ല, നഷ്ടത്തിലാണ്. നഷ്ടത്തിലൊക്കെ പോകത്തില്ലേ? കൂടുതൽ നഷ്ടത്തിലാക്കണമെന്നാണ് രഞ്ജിത്ത് പറഞ്ഞു കൂടുതൽ നഷ്ടത്തിലാക്കണമെന്നല്ല, നാളെ പൊതു- ഒരു പൊതുഗതാഗത ജനക്ഷേമ പദ്ധതിയുടെ ഭാഗമായി പൊതുഗതാഗത 50 കോടി രൂപ സംവിധാനം. കൂടെ അധികം നഷ്ടം അതായത് വന്നാലും ഈ അത് പൊതുഗതാഗത സംവിധാനം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ വേണ്ടി സ്വകാര്യ ലോബിക്ക് വേണ്ടിയുള്ള ഒരു കളിയാണോ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ നടക്കുന്നത്? വീണ്ടും ഈ പറയുന്നത് പോലെ ഒരു പ്രഖ്യാപനം നടത്തി. ഈ തമിഴ്നാട്ടിൽ ഫ്രീ സർവീസ് നടത്തിയപ്പോൾ നിങ്ങളെല്ലാം കൈയടിച്ചു. കഴിഞ്ഞ DMK സർക്കാർ പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തു എന്ന് പറഞ്ഞു. കർണാടകയിൽ നടത്തിയപ്പോൾ കൈയടിച്ചു. പക്ഷെ കേരളത്തിൽ നടത്താൻ ഒരു പ്രഖ്യാപനം വരുന്നു. ആ പ്രഖ്യാപനം ജൂൺ മാസം 15-ാം തീയതി നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്രത്തോളം നിങ്ങൾ അരഗൻ്റാകുന്നത്? നിങ്ങൾ ആ തുടക്കത്തിൽ തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് നടപ്പിലാകട്ടെ. ഞാനിപ്പോൾ നിങ്ങൾ മൂന്നൂര് പറഞ്ഞു കേട്ടതൊന്നും ഇപ്പോൾ സുന്ദര സുരഭിലമായ ഒരു കാലത്താണ് KSRTC പോകുന്നത്. KSRTC ഭയങ്കര ലാഭമാണ്. അവിടെ പെൻഷൻ കൊടുത്തിട്ട് 2 മാസമായി. അവിടെ ഞാൻ അതാ പറഞ്ഞത്, ശരി ഓരോ രഞ്ജിത്ത്, ദിവസവും ഒരു സെക്കൻഡ്